ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിലാണ് കാട്ടാന വീണത്. പുലർച്ചെ കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കാട്ടാന ചരിഞ്ഞത്. MS ലിഷോയുണ്ട്. ലിഷോയ്, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നതായി ലിഷോയ് പറഞ്ഞു. പുലർച്ചെയാണ് ആന കിണറ്റിൽ വീണതെന്ന് ലിഷോയ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതീവ ദുഃഖകരമായ വാർത്തയും പുറത്തു വരുന്നു, ആന ചരിഞ്ഞിരിക്കുന്നു എന്ന്. ലിഷോയ് അവിടേക്ക് എത്തിയോ? സ്ഥലത്തേക്ക് എത്തിയോ? ഇവിടെ മൊബൈൽ ഫോണിൽ റേഞ്ച് കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ദൃശ്യങ്ങൾ നൽകുന്ന അല്പം സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കാട്ടാന ചെരിഞ്ഞത്. അതായത് ഈ ആന കിണറ്റിൽ വീണത് ആനയുടെ പിൻഭാഗം കുത്തിയാണ്. അതോടുകൂടി ആനയ്ക്ക് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ആനയ്ക്ക് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായതോടുകൂടിയാണ് ഇത് അവശനായി ചെരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഫോറസ്റ്റുകാരും അതിനോടൊപ്പം തന്നെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഈ ആനയെ കരക്കെത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു എങ്കിൽ പോലും പക്ഷെ അത് കാര്യക്ഷമമായില്ല. കാരണം അതിന് മുമ്പേ തന്നെ ആന ചെരിയുകയാണ് ഉണ്ടായത്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിണറ്റിൽ തന്നെ ആന വീണത്. ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ആനയും ഇപ്പോൾ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ആനയെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള അങ്ങനെ ജലം പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്.